ഈ വീഡിയോ കാണുന്ന ഏവർക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ. IAGM എക്കോ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് എന്ന വിഷയത്തെ ആസ്പദമാക്കി ഈ നാളുകളിൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് മുൻപ് ഈ ലോകത്തിൽ നടക്കുന്ന ഒട്ടേറെ സംഭവങ്ങൾ അടയാളങ്ങളായി യേശു ക്രിസ്തു ഇതിനു മുൻപ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ മുന്നറിയിച്ചിട്ടുണ്ട്. അതിൽ പല അടയാളങ്ങളെയും കുറിച്ച് ഇതിനു മുൻപ് ഞാൻ പല വീഡിയോകളിലും നിങ്ങളോട് പങ്കുവച്ചിട്ടുണ്ട്. ആ വീഡിയോകളെല്ലാം IAGM എക്കോ എന്ന പ്ലേലിസ്റ്റിൽ നിങ്ങൾ കാണാവുന്നതാണ്. ദയവായി നിങ്ങൾ കാണുവാൻ, സത്യത്തെ ഗ്രഹിച്ചു കൊള്ളുവാനും ഈ വീഡിയോയിലൂടെ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് മുൻപ് നടക്കുന്ന ലോകത്തിൽ നടക്കുന്ന ചില സംഭവങ്ങളിൽ ഒരു സംഭവം, ഭൂകമ്പം ഈ ഭൂമിയിൽ അവിടെയായി ഉണ്ടാകുമെന്ന് യേശു മുന്നറിയിച്ചു. മത്തായി സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും, ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും, എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിൻ്റെ ആരംഭമത്രേ. യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് മുൻപ് ഈ ഭൂമിയിൽ പരക്കെ ഭൂകമ്പങ്ങൾ ഉണ്ടാകും എന്ന് യേശു പ്രവചനാത്മാവിൽ വ്യക്തമായി മുന്നറിയിച്ചിട്ടുണ്ട്. ഭൂകമ്പങ്ങൾ എന്ന് പറയുമ്പോൾ ഈ സാധാരണ കേൾക്കുന്ന എല്ലാവർക്കും ഇതൊരു പുത്തരിയല്ല. എല്ലാവരും കാണുകയും കേൾക്കുകയും ചില സ്ഥലങ്ങളിൽ അവർ അനുഭവിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. ഭൂകമ്പങ്ങളെക്കുറിച്ച് തിരുവചനം വായിക്കുമ്പോൾ അത് 3 അടയാളമായി പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഭൂകമ്പങ്ങൾ ദൈവത്തിൻ്റെ ശക്തിയെ വെളിപ്പെടുത്തുന്നു, അല്ലെങ്കിൽ അധികാരത്തെ വെളിപ്പെടുത്തുന്നു. രണ്ടാമത്തേത്, ഭൂകമ്പങ്ങൾ എന്ന് പറയുന്നത് ചരിത്ര സംഭവങ്ങളായി തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. മൂന്നാമത്തേത്, അന്ത്യകാലങ്ങളിൽ ഭൂകമ്പങ്ങൾ ഒരു പ്രവചന സംഭവമായി, ഒരു പ്രവചന അടയാളമായി നിറവേറും അല്ലെങ്കിൽ നിവർത്തിക്കപ്പെടും എന്നും 3 അടയാളങ്ങളായി തിരുവചനത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഈ ഭൂകമ്പങ്ങൾ ഈ ലോകത്തിൽ സംഭവിക്കാനുള്ള യഥാർത്ഥ കാരണം എന്താണ്? സയൻസ് പഠിച്ച എല്ലാവർക്കും തന്നെ അറിയാം, കൊച്ചു കുട്ടികൾക്ക് പോലും വ്യക്തമാണ്. ഭൂമിയുടെ തട്ടുകൾ ഒന്നിനോട് ഒന്ന് വിള്ളൽ വീണ് അത് മുട്ടുന്ന സമയത്താണ് ഈ ഭൂമിയിൽ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത് എന്ന് സയൻസ് അല്ലെങ്കിൽ ശാസ്ത്രീയപരമായി അവർ പറയുന്നത് കേട്ടിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുമുണ്ട്. എന്നാൽ വേദപുസ്തകം അല്ലെങ്കിൽ തിരുവചനം ഭൂകമ്പങ്ങളുടെ യഥാർത്ഥ കാരണം എന്താണ് എന്നുള്ളതിന് വളരെ വ്യക്തമായുള്ള ഉത്തരം ബൈബിൾ നൽകുന്നുണ്ട്. ഭൂകമ്പങ്ങളുടെ കാരണങ്ങൾ ഏതാണ്? ഒന്നാമത്തേത്, ഭൂകമ്പങ്ങൾ ദൈവത്തിന്റെ കോപത്താലാണ് ഈ ഭൂമിയിൽ സംഭവിക്കുന്നത്. യോബിന്റെ പുസ്തകം 9-ാം അധ്യായം 5-ഉം 6-ഉം വാക്യങ്ങളിൽ അവൻ പർവ്വതങ്ങളെ അവ അറിയാതെ നീക്കിക്കളയുന്നു, തന്റെ കോപത്തിൽ അവയെ മറിച്ചു കളയുന്നു. അവൻ ഭൂമിയെ സ്വസ്ഥാനത്തിൽ നിന്ന് ഇളക്കുന്നു, അതിന്റെ തൂണുകൾ കുലുങ്ങിപ്പോകുന്നു. യോബ് ഭക്തൻ പറയുന്നത്, ഈ ഭൂമിയെ ദൈവം സ്വസ്ഥാനത്തിൽ നിന്ന് ഇളക്കി അതിന്റെ തൂണുകൾ കുലുങ്ങിപ്പോകുന്ന നിലയ്ക്ക് ഭൂകമ്പങ്ങളെ വരുത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അത് ദൈവത്തിന്റെ കോപത്താൽ എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യെഹെസ്കേൽ പ്രവചനം 38-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ അന്നാളിൽ നിശ്ചയമായിട്ട് ഇസ്രായേൽ ദേശത്ത് ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകും എന്ന് ഞാൻ എൻ്റെ തീഷ്ണതയിലും എൻ്റെ കോപാഗ്നിയിലും അരുളി ചെയ്തിരിക്കുന്നു. അപ്പൊ ഇവിടെയും
ഭൂമിയിൽ ഭൂകമ്പം ഉണ്ടാകുന്നത് ദൈവത്തിന്റെ കോപത്താലാണെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സങ്കീർത്തനത്തിന്റെ പുസ്തകം 18-ാം സങ്കീർത്തനം അതിന്റെ 7-ാം വാക്യത്തിൽ ഭൂമി ഞെട്ടി വിറച്ച് മലകളുടെ അടിസ്ഥാനങ്ങൾ ഇളകി അവൻ കോപിക്കയാൽ അവ കുലുങ്ങിപ്പോയി. ഇപ്പൊ സങ്കീർത്തനക്കാരനും ഭൂമി ഭൂകമ്പം ഉണ്ടാകുവാനുള്ള കാരണം ദൈവത്തിന്റെ കോപത്താലാണ് സംഭവിക്കുന്നത് എന്ന് വ്യക്തമായി രേഖപ്പെടുത്തുന്നു. തന്നെയുമല്ല, സങ്കീർത്തനം 60-ന്റെ 1-ഉം 2-ഉം വാക്യങ്ങളെ വായിക്കുമ്പോൾ, ദൈവമേ നീ ഞങ്ങളെ തള്ളിക്കളഞ്ഞു, ചെതറിച്ചിരിക്കുന്നു, നീ കോപിച്ചിരിക്കുന്നു, ഞങ്ങളെ യഥാസ്ഥാനമാക്കണമേ, നീ ദേശത്തെ നടുക്കി ഭിന്നിപ്പിച്ചിരിക്കുന്നു, അത് കുലുങ്ങുകയാൽ അതിൻ്റെ ഭിന്നകളെ നന്നാക്കണമേ. ഇവിടെയും സങ്കീർത്തനക്കാരൻ പറയുന്നത് ദേശത്തെ ദൈവം നടുക്കി കുലുങ്ങുമാറാക്കുന്നത് ദൈവത്തിന്റെ കോപത്താൽ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തന്നെയുമല്ല, യെശയ്യാ പ്രവാചകൻ അതിനെക്കുറിച്ച് പറയുമ്പോൾ ദൈവത്തിന്റെ കോപത്താലാണ് ഭൂമി കുലുങ്ങുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. യെശയ്യാവിന്റെ പ്രവചനം 24-ാം അധ്യായം 18-ാം വാക്യത്തിൽ, പേടികേട്ട് ഓടിപ്പോകുന്നവൻ കുഴിയിൽ വീഴും, കുഴിയിൽ നിന്ന് കയറുന്നവൻ കെണിയിലകപ്പെടും, ഉയരത്തിലെ കിളിവാതിലുകൾ തുറന്നിരിക്കുന്നു, ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്നു, ഭൂമി പൊടുപൊടെ പൊട്ടുന്നു, ഭൂമി കിറുകിറെ കീറുന്നു, ഭൂമി കിടുങ്ങുന്നു, ഭൂമി മത്തനെപ്പോലെ ചാഞ്ചാടുന്നു, കാവൽ മാടം പോലെ ആടുന്നു, അതിന്റെ അകത്യം അതിന്റെ മേൽ ഭാരമായിരിക്കുന്നു, അത് വീഴും, എഴുന്നേൽക്കുകയില്ല. അപ്പൊ ഇവിടെ ഭൂമിക്കുലുക്കം അല്ലെങ്കിൽ ഭൂകമ്പം ഉണ്ടാകുമ്പോൾ ഈ ഭൂമിയിൽ ഏത് നിലയിൽ സംഭവിക്കുന്നു? ഭൂമി കിടുകിട കീറുന്നു, കുലുങ്ങുന്നു, പൊട്ടുന്നു എന്നുള്ള പദപ്രയോഗങ്ങൾ ഇവിടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഭൂകമ്പത്തിന്റെ 1-ാമത്തെ കാരണം തിരുവചനം പറയുന്നത് ദൈവത്തിന്റെ കോപം ജ്വലിക്കുന്നത് കൊണ്ടാണ്. 2-ാമത്തേത് ഭൂകമ്പത്തിന്റെ കാരണം ദൈവത്തിന്റെ ന്യായവിധി എന്നും എഴുതിയിരിക്കുകയാണ്. യെശയ്യാവിന്റെ പ്രവചനം 29-ാം അധ്യായം 6-ാം വാക്യത്തിൽ, ഇടിമുഴക്കത്തോടും ഭൂകമ്പത്തോടും മഹാനാദത്തോടും കൂടെ ചുഴലിക്കാറ്റും കൊടുങ്കാറ്റും ദഹിപ്പിക്കുന്ന അഗ്നി ജ്വാലയുമായി അത് സൈന്യങ്ങളുടെ യഹോവയാൽ സന്ദർശിക്കപ്പെടും. അപ്പൊ ഇവിടെ പറയുന്നത് ദൈവത്തിന്റെ ന്യായവിധിയായി ദേശത്തിന് മധ്യേ ഭൂകമ്പങ്ങൾ ദൈവം വരുത്തുന്നു എന്ന് അവിടെ വ്യക്തമാക്കുകയാണ്. ഭൂകമ്പത്തിന്റെ 3-ാമത്തെ കാരണം മനുഷ്യന്റെ പാപം നിമിത്തമാണ് ദൈവം കോപിക്കുകയും ദൈവം ന്യായവിധി അയക്കുകയും ഈ ഭൂമിയിൽ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നു എന്ന് സംഖ്യാപുസ്തകം 16-ാം അധ്യായം 30 മുതൽ 33 വരയ്ക്കും ഉള്ള തിരുവചനങ്ങളെ പഠിക്കുമ്പോൾ, എന്നാൽ യഹോവ ഒരു അപൂർവ കാര്യം പ്രവർത്തിക്കുകയും ഭൂമി വായ് പിളർന്ന് അവരെയും അവർക്കുള്ള സകലത്തെയും വിഴുങ്ങിക്കളയുകയും അവർ ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങുകയും ചെയ്താൽ അവർ യഹോവയെ നിരസിച്ചു എന്ന് നിങ്ങൾ അറിയും. അവൻ ഈ വാക്കുകളെല്ലാം പറഞ്ഞു തീർന്നപ്പോൾ അവിടെ കീഴെ ഭൂമി പിളർന്ന് ഭൂമി വായി തുറന്ന് അവരെയും അവരുടെ കുടുംബങ്ങളെയും കോരകിനോട് ചേർന്നിട്ടുള്ള എല്ലാവരെയും അവരുടെ സർവ്വസമ്പത്തിനെയും വിഴുങ്ങിക്കളഞ്ഞു. ഇവിടെയുള്ള സംഭവങ്ങൾ തിരുവചനം വായിക്കുന്ന എല്ലാവർക്കും അറിയാം. മോശയ്ക്കും അഹരോനും വിരോധമായി കോരഗ്, അബിരാം, ദാദാൻ, ഓൻ എന്നുള്ള വ്യക്തികൾ എഴുന്നേറ്റ് നിന്നപ്പോൾ മോശ ദൈവത്തോടുകൂടെ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ച് അവൻ വാക്കുകൾ ഉരുവിട്ട് തീരുന്ന ഉടൻ തന്നെ ഭൂമി 2-ആയി പിളർന്ന് അവരെല്ലാവരെയും ഭൂമി വിഴുങ്ങിക്കളഞ്ഞു എന്ന് തിരുവചനത്തിൽ കാണുന്നു. ഇവിടെ ഭൂമി പിളർന്നതും ഭൂമി കുലുങ്ങിയതിന്റെ കാരണം മനുഷ്യന്റെ പാപം നിമിത്തമായി.
ധാരാളം തിരുവചന വാക്യങ്ങൾ ഇതിന് പിന്നിൽ ഉണ്ടെങ്കിലും ചുരുക്കമായും 3 കാര്യങ്ങളാണ് നിങ്ങളോട് ഓർപ്പിച്ചത്. ഒന്ന്, ഭൂകമ്പങ്ങൾ ഉണ്ടാകാൻ കാരണം ദൈവത്തിന്റെ കോപം. 2, ദൈവത്തിന്റെ ന്യായവിധിയായി ഭൂകമ്പങ്ങൾ ഈ ഭൂമിയിൽ സംഭവിക്കുന്നു. ഈ ദൈവത്തിന്റെ കോപവും ദൈവത്തിന്റെ ന്യായവിധിയും ഭൂമിയിൽ വെളിപ്പെട്ട് ഭൂകമ്പങ്ങൾ ഉണ്ടാകാൻ കാരണം മനുഷ്യന്റെ പാവം. മനുഷ്യന്റെ പാവവും മനുഷ്യൻ യഹോവയാം ദൈവത്തെ അറിയാതെ അവൻ അയച്ച ദൈവപുത്രനാം യേശു ക്രിസ്തുവിനെ മനസ്സിലാക്കാതെ അറിയാതെ രക്ഷകനെ സ്വീകരിക്കാതെ പോകുകയാൽ ഈ ഭൂമിയിൽ അടയാളമായി ദൈവത്തിന്റെ കോപം, ദൈവത്തിന്റെ ന്യായവിധി മനുഷ്യന്റെ പാപത്താൽ വെളിപ്പെടുന്നു എന്നുള്ളതിനെ ദൈവം ഇന്നും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സയൻസ് പ്രകാരം അത് യാഥാർത്ഥ്യമാണെങ്കിലും തിരുവചനമാണ് അതിന്റെ യഥാർത്ഥ സത്യത്തെ വെളിപ്പെടുത്തുന്നത്. അത് ദൈവത്തിന്റെ കോപത്താലാണ്, മനുഷ്യന്റെ പാപം നിമിത്തമാണ് ഭൂമിയിൽ ഭൂകമ്പങ്ങൾ സംഭവിക്കുന്നത്. പല ഭൂകമ്പങ്ങളും സംഭവിച്ചിട്ടുള്ളത് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒന്നാമത്, പഴയ നിയമത്തിൽ നോഗയുടെ കാലത്തിൽ ഒരു ഭൂകമ്പം ഉണ്ടായതായി മറമുഖമായി രേഖപ്പെടുത്തിയിരിക്കുന്നു, വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടില്ല. നോഗയുടെ മകനായിരുന്ന ശേമിന്റെ മകനായ അർബകസാത്തിന്റെ മകനായ ഏബേറിന്റെ മകനായ പേലഗ്. അപ്പൊ നോഗയിൽ നിന്ന് 4ാം തലമുറക്കാരനായ പേലഗിന്റെ കാലഘട്ടത്ത് ഭൂമി പിളർന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടെ ഭൂകമ്പം എന്നല്ല രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ മലയാള ഭാഷയിൽ ഭൂവാസികൾ പിരിഞ്ഞുപോയി എന്നാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് ആ വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം 25-ാം വാക്യം. ഏബരിന് 2 പുത്രന്മാർ ജനിച്ച്, ഒരുത്തന് പേലഗ് എന്നു പേർ. അവന്റെ കാലത്തായിരുന്നു ഭൂവാസികൾ പിരിഞ്ഞു പോയി. അപ്പോൾ BC 2006 ജീവിച്ചിരുന്ന നോഗയുടെ 4ാം തലമുറക്കാരനായ പേലഗിന്റെ കാലഘട്ടത്ത് ഭൂവാസികൾ പിരിഞ്ഞുപോയി എന്നാണ് നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷിലും തമിഴ് ഭാഷയിലും പറഞ്ഞിരിക്കുന്നത് ഭൂമി the earth was divided. തമിഴിൽ പറഞ്ഞിരിക്കുന്നത് ഭൂമി പകുക്കപ്പെട്ടത്. ദൈവം ഈ ഭൂമിയെ റീക്രിയേഷൻ ചെയ്തത് മുതൽ നോഗയുടെ കാലം വരയ്ക്കും ഈ ലോകം തുണ്ടു തുണ്ടായുള്ള രാജ്യങ്ങളായി വിഭാഗിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യതയാണ്. ആദ്യമായി ഭൂമി കണ്ടമായി അവിടെയായി പിരിക്കപ്പെട്ട് ആ കണ്ടങ്ങളുടെ അകത്തിലൂടെ ദൈവം ഒരു ഭാഗത്ത് ഒതുക്കിയിരുന്ന സമുദ്രവെള്ളം അകത്തിലേക്ക് പ്രവേശിച്ചത് പേലഗിന്റെ കാലഘട്ടം. ഇവിടെ ഭൂകമ്പം എന്ന് പറയാതെ ഭൂമി പകുക്കപ്പെട്ടത്. എർത്ത് വാസ് ഡിവൈഡഡ്. എനിക്ക് കിട്ടിയ കാഴ്ചപ്പാടിൽ പേലഗിന്റെ കാലം വരയ്ക്കും അല്ലെങ്കിൽ നോഗയുടെ കാലം വരയ്ക്കും BC 2006 വരയ്ക്കും ഭൂമി കണ്ടമായി രാജ്യമായി പിരിക്കപ്പെട്ടിട്ടില്ല. എല്ലാം ഒരുമിച്ച് കിടന്നിരിക്കുന്നു. സമുദ്രമെല്ലാം ദൈവം അന്ന് കൽപ്പിച്ചതുപോലെ ഭൂമിയിൽ നിന്ന് ഒരു ഭാഗത്തിലേക്ക് സമുദ്രം എന്നുള്ള പേരിൽ ഒതുങ്ങിയിരുന്നു. എന്നാൽ പേലഗിന്റെ കാലഘട്ടത്ത് ദൈവം ഭൂമിയെ ഒടച്ചു കളഞ്ഞു എന്നാണ്. എർത്ത് വാസ് ഡിവൈഡഡ്. അപ്പോൾ ഒടച്ചു മാറ്റിയപ്പോൾ അത് ഭൂകമ്പം കൊണ്ട് ഭൂമിയെ ദൈവം ഉടച്ചു മാറ്റിയതാണോ അല്ലാതെ നിലയിൽ ദൈവം ഭൂമിയെ വാക്കിനാൽ ഉടച്ചു മാറ്റിയതാണോ എന്നെനിക്ക് വ്യക്തമല്ല. എന്നാൽ ഒരു കാര്യം എന്റെ അറിവിൽ എനിക്ക് മനസ്സിലാകുന്നത്, വലിയൊരു ഭൂകമ്പം ഉണ്ടായി അത് ഭൂമിയെ മുഴുവനുമായി ഉടച്ച് കണ്ടമായി അവിടെ ചിതറിപ്പിച്ചിട്ട് അതിനകത്തൊരു കൂടി
ഇന്ന് കാണുന്ന വിവിധ സമുദ്രങ്ങൾ, പസഫിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, ഇന്ത്യൻ ഓഷൻ എന്ന് പറയുന്ന ധാരാളം സമുദ്രങ്ങൾ രാജ്യത്തിനകത്തുകൂടെ കടന്നു വന്നിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായിരുന്നാലും നോഗയുടെ കാലഘട്ടത്തിൽ BC 2006 ഭൂമി കുലുങ്ങിരിക്കണം, ഭൂമി ഉടയ്ക്കപ്പെട്ടു പോയി. രണ്ടാമത്തത് BC 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മോശയുടെ കാലഘട്ടത്തിലും ഭൂകമ്പങ്ങൾ ഉണ്ടായെന്ന് തിരുവചനം പറയും. ഒന്നാമത്തത് പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം വായിക്കുമ്പോൾ മോശ ദൈവത്തിൻ്റെ നിന്ന് ന്യായപ്രമാണം വാങ്ങുമ്പോൾ അവിടെ ഭൂകമ്പം ഉണ്ടായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 18-ാം വാക്യത്തിൽ യഹോവ തീയിൽ സീനായ് പർവ്വതത്തിൽ ഇറങ്ങുകയാൽ അത് മുഴുവനും പുക കൊണ്ട് മൂടി, അതിന്റെ പുക തീച്ചൂളയിലെ പുക പോലെ പൊങ്ങി, പർവ്വതമൊക്കെയും ഏറ്റവും കുലുങ്ങി. കാഹളധ്വനി ദീർഘമായി ഉറച്ചുറച്ച് വന്നപ്പോൾ മോശ സംസാരിച്ചു. ദൈവത്തിന്റെ 10 കൽപ്പന വാങ്ങുവാൻ മോശ മലയിൽ നിന്നപ്പോൾ ദൈവത്തിന്റെ ശബ്ദം, ഭൂമി കുലുങ്ങുന്ന നിലയിൽ ശബ്ദം പുറപ്പെട്ടു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇതേ 13-ാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ ഞാൻ നേരത്തെ ഓർപ്പിച്ച് സംഖ്യാപുസ്തകം 16-ാം അധ്യായം 30 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ മോശയ്ക്കും അഹരോനും വിരോധമായി കോരഹ്, അബിരാം, ദാഥാൻ എന്നിട്ട് നിന്നപ്പോൾ ഭൂമി പിളർന്ന് അവരെ ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോയി എന്ന് തിരുവചനത്തിൽ കാണുന്നു. അപ്പോൾ മോശയുടെ കാലഘട്ടത്തും ഭൂകമ്പങ്ങൾ ഉണ്ടായിരുന്നു. മൂന്നാമത്തത് 11-ാം നൂറ്റാണ്ടിൽ എന്ന് വെച്ചാൽ BC 1100 മുതൽ BC 1001 വരയ്ക്കും ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ശമൂവേൽ പ്രവാചകന്റെ കാലഘട്ടത്തും ഭൂകമ്പങ്ങൾ ഉണ്ടായിരുന്നു. 1 ശമൂവേലിന്റെ പുസ്തകം 14-ാം അധ്യായം 15-ാം വാക്യം. പാളയത്തിലും പോർക്കളത്തിലും സർവജനത്തിലും നടുക്കമുണ്ടായി, പട്ടാളവും കവർച്ചക്കാരും കൂടെ വിറച്ച് ഭൂമി കുലുങ്ങി, വലിയൊരു നടുക്കം ഉണ്ടായി. അപ്പൊ ഇവിടെ ശമൂവേലിന്റെ കാലഘട്ടത്തിലും ഭൂമി കുലുങ്ങി, വലിയ നടുക്കം ആ ദേശത്തു ഉണ്ടായിരുന്നു എന്ന് തിരുവചനം പറയും. ഇനി നാലാമത്തത്, ഇസ്രായേലിൽ യഹൂദ്യ രാജ്യത്തിൽ രാജാവായി ഭരിച്ചുകൊണ്ടിരുന്ന ഉസ്യാവ് രാജാവിന്റെ കാലഘട്ടത്തിലും BC 792 മുതൽ BC 740 വരെയുമാണ് ഉസ്യാ രാജാവ് ഭരിച്ചുകൊണ്ടിരുന്നത്. ഉസ്യാ രാജാവിന്റെ കാലഘട്ടത്തിലും വലിയൊരു ഭൂകമ്പം ഉണ്ടായതായി തിരുവചനം പറയുന്നു. സഖരിയ പ്രവചനം 14-ാം അധ്യായം 5-ാമത്തെ വാക്യം. അന്നാളിൽ അവന്റെ കാൽ യെരുസലേമിന് നേരെ കിഴക്കേ ഉള്ള ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും. ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. മലയുടെ ഒരു പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും വാങ്ങിപ്പോകും. എന്നാൽ മലകളുടെ താഴ്വര ആയൽ വരെ എത്തുന്നത് കൊണ്ട് നിങ്ങൾ എന്റെ മലകളുടെ താഴ്വരയിലേക്ക് ഓടിപ്പോകും. യഹൂദ രാജാവായ ഉസ്യാവിന്റെ കാലത്ത് നിങ്ങൾ ഭൂകമ്പം ഹേതുവായി ഓടിപ്പോയതുപോലെ നിങ്ങൾ ഓടിപ്പോകും. അപ്പൊ ഉസ്യാവിന്റെ കാലത്ത് വലിയ ഒരു ഭൂകമ്പം ഉണ്ടായിരുന്നു എന്നും അങ്ങനെ തന്നെ കർത്താവിന്റെ വരവിൽ ഒലിവുമല രണ്ടായി പിളർന്ന് അതിലുള്ള താഴ്വരയിലൂടെ അവർ ഓടിപ്പോകും എന്ന് സഖരിയ പ്രവാചകൻ പ്രവചനത്തിലൂടെ വെളിപ്പെടുത്തുകയാണ്. നാലാമത്തത്, ഹഗായി പ്രവാചകൻ ഭൂമിയിൽ ഭൂകമ്പങ്ങൾ ഉണ്ടാകും എന്നുള്ളതിനെ പ്രവചനമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഹഗായി പ്രവചനം 2-ാം അധ്യായം 6-ാമത്തെ വാക്യം. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഇനി കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കും. ഞാൻ സകല ജാതികളെയും ഇളക്കും, സകല ജാതികളുടെ മനോഹര വസ്തു വരികയും ചെയ്യും. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത്
ഭൂമിയെ മാത്രമല്ല കുലുക്കുന്നത്, ഭൂമിയെ മാത്രമല്ല ഇളക്കുന്നത്, ആകാശത്തെയും ദൈവം ഇളക്കുന്നു എന്ന് പ്രവചനാത്മാവിൽ ഹഗായി പറയും. തന്നെയുമല്ല, ആറാമത്തത് നഹൂം പ്രവാചകനും അതിനെക്കുറിച്ച് പ്രവചിക്കുകയാണ്. നഹൂം പ്രവചനം 1-ാം അധ്യായം 5-ാം വാക്യം. അവന്റെ മുൻപിൽ പർവ്വതങ്ങൾ കുലുങ്ങുന്നു, കുന്നുകൾ ഇളകിപ്പോകുന്നു, അവന്റെ സന്നിധിയിൽ ഭൂമി ഞെട്ടിപ്പോകുന്നു, മഹീതലവും അതിലെ സകല നിവാസികളും തന്നെ. നഹൂം പ്രവാചകനും ഭൂമിയിൽ ഭൂകമ്പങ്ങൾ ഉണ്ടാകും എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെ പഴയ നിയമത്തിൽ ധാരാളം ഭൂകമ്പങ്ങളെ കുറിച്ചുള്ള എവിഡൻസ്, സാക്ഷ്യങ്ങൾ തിരുവചനത്തിൽ ഉണ്ടെങ്കിലും 6 കാര്യങ്ങളാണ് നിങ്ങളോട് പങ്കുവെച്ചത്. നോഹയുടെ കാലഘട്ടത്തിലുണ്ടായി, മോശയുടെ കാലഘട്ടത്തിലുണ്ടായി, ശമൂവേലിന്റെ കാലഘട്ടത്തിലുണ്ടായി, ഉസ്സിയ രാജാവിന്റെ കാലഘട്ടത്തിലുണ്ടായി. ഹഗായി പ്രവചനം പറയുന്നു, നഹൂം പ്രവാചകൻ അതിനെക്കുറിച്ച് പ്രവചിക്കുകയാണ്. എന്നാൽ പുതിയ നിയമത്തിലും വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടായതായി തിരുവചനം വ്യക്തമാക്കുന്നുണ്ട്. ഒന്നാമത്തേത്, യേശുക്രിസ്തു ക്രൂസിൽ കിടക്കുമ്പോൾ തന്റെ പ്രാണനെ വിടുന്നതായ സമയത്ത് ഈ ഭൂമി കുലുങ്ങി എന്ന് മത്തായി സുവിശേഷം 27-ാം അധ്യായം 51, 52 വാക്യങ്ങളിൽ നമുക്ക് കാണാം. യേശു പിന്നെയും ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ട്. അപ്പോൾ മന്ദിരത്തിലെ തിരശ്ശീല മേൽതൊട്ട് അടിയോളം 2-ആയി ചീന്തിപ്പോയി, ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു, നിദ്രവാച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയിർത്തെഴുന്നേറ്റു. യേശുക്രിസ്തു ക്രൂസിൽ കിടന്ന് പിതാവിന്റെ കയ്യിൽ തന്റെ പ്രാണനെ ഏൽപ്പിച്ചപ്പോൾ ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്ന്, കല്ലറകൾ വരയ്ക്കും തുറന്നു എന്നാണ് വ്യക്തമായി തിരുവചനം വ്യക്തമാക്കുന്നുണ്ട്. തന്നെയുമല്ല, രണ്ടാമത്തത്, യേശുക്രിസ്തു പുനരുത്ഥാനം പ്രാപിക്കുമ്പോൾ ഭൂമി കുലുങ്ങി എന്ന് മത്തായി സുവിശേഷം 28-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കർത്താവിന്റെ ദൂതൻ സ്വർഗത്തു നിന്ന് ഇറങ്ങി വന്നു, കല്ല് ഉരുട്ടി നീക്കി അതിന്മേൽ ഇരുന്നിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. യേശു ഉയർത്തെഴുന്നേൽക്കുമ്പോഴും വലിയ ഭൂകമ്പം ഉണ്ടായതായി തിരുവചനം വ്യക്തമാക്കും. തനിയുമല്ല, മൂന്നാമത്തതായി അപ്പോസ്തലനായ പൗലൂസും ശീലാസും മക്കേദോനിയയുടെ ക്യാപിറ്റലായിരുന്ന ഫിലിപ്പി പട്ടണത്തിൽ ഉള്ള കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്നപ്പോൾ അവർ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചു കൊണ്ടിരുന്നു. ആ സമയത്തിൽ വലിയ ഭൂകമ്പം ഉണ്ടായതായി അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം 26-ാം വാക്യത്തിൽ കാണാം. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗൃഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെ തുറന്നുപോയി, എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. അപ്പൊ പൗലൂസും ശീലാസും ഫിലിപ്പി കാരാഗൃഹത്തിൽ ആയിരുന്നപ്പോൾ അവർ അവിടെ വെച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ ഭൂമി കുലുങ്ങി, അതിന്റെ കാരാഗൃഹത്തെ അടിസ്ഥാനങ്ങൾ വരയ്ക്ക് കുലുങ്ങി, വാതിലുകളെല്ലാം തുറന്നു പോകത്തക്ക നിലയ്ക്ക് വലിയ ഭൂകമ്പം ഉണ്ടായി എന്ന് നമുക്ക് പുതിയ നിയമത്തിൽ കാണാം. അങ്ങനെ പുതിയ നിയമത്തിൽ യേശു ക്രൂശിക്കപ്പെട്ട് പ്രാണനെ വിടുമ്പോഴും, 2 യേശു ഉയർത്തെഴുന്നേൽക്കുമ്പോഴും, 3 പൗലൂസും ശീലാസും ഫിലിപ്പി കാരാഗൃഹത്തിലായിരുന്ന പ്രാർത്ഥിച്ചപ്പോഴും ഭൂകമ്പങ്ങൾ ഉണ്ടായി എന്ന് തിരുവചനത്തിൽ വ്യക്തമായി കാണുന്നുണ്ട്. ഇനി ചരിത്രത്തിൽ നാം നോക്കുമ്പോൾ AD 1-ാം നൂറ്റാണ്ടിൽ യേശുക്രിസ്തു ഈ ലോകത്തിലെ കർത്താവിന്റെ വരവിന് മുൻപ് വലിയ ഭൂകമ്പങ്ങൾ സംഭവിക്കുമെന്ന് പ്രവചിച്ചതിന് ശേഷം ധാരാളം ഭൂകമ്പങ്ങൾ അവിടെ ഉണ്ടായതായി ചരിത്രം ഒട്ടാകെ നാം പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും. അതിൽ ചരിത്രത്തിൽ പ്രധാനപ്പെട്ട ചില ഭൂകമ്പങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുകയാണ്.
അത് ഏറ്റവും വലിയ ഭൂകമ്പമായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. ചരിത്രത്തിലുള്ള വലിയ ഭൂകമ്പങ്ങൾ AD 526 മെയ് മാസം 21 ആന്റിയോക്ക് എന്ന് പറയുന്ന ദേശത്ത് അത് ഇന്നത്തെ തുർക്കി എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ നടന്ന വലിയ ഒരു ഭൂകമ്പത്തിൽ ഏകദേശം 2,50,000 പേർ മരിച്ചുപോയെന്ന് ചരിത്രം പറയും. AD 856 ഡിസംബർ 22 ഇറാനിൽ ഡാംഖാൻ എന്നറിയപ്പെടുന്ന പ്രവിശ്യയിൽ ഭൂകമ്പം ഉണ്ടായതിൽ ഏകദേശം 2 ലക്ഷത്തിലധികം ജനം മരിച്ചുപോയെന്നാണ്. AD 1139 സെപ്റ്റംബർ 30 അസർബൈജാൻ എന്ന് പറയുന്ന രാജ്യത്തിൽ ഗംജ എന്ന് പറയുന്ന പ്രവിശ്യയിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ ഏകദേശം 3 ലക്ഷത്തിൽ പരം ജനം മരിച്ചുപോയെന്നാണ്. ഇനി AD 1138 ഒക്ടോബർ 11 ഇന്നത്തെ സിറിയ എന്നറിയപ്പെടുന്ന അന്ന് അറിയപ്പെട്ട അലപ്പോ എന്നറിയപ്പെടുന്ന രാജ്യത്തിൽ ഉള്ള വലിയ ഒരു ഭൂകമ്പത്തിൽ 2,27,898 പേർ മരിച്ചെന്നാണ് രേഖകൾ പറയുന്നത്. AD 1290 സെപ്റ്റംബർ 27 ഇന്നത്തെ ചൈനയിൽ ഷിലി എന്നറിയപ്പെടുന്ന പ്രവിശ്യയിൽ നടന്ന വലിയ ഭൂകമ്പത്തിൽ ഏകദേശം 1 ലക്ഷത്തിൽ പരം ജനം മരിച്ചുപോയെന്നാണ്. AD 1303 ജൂലൈ 25 ഇന്നത്തെ ചൈനയിൽ ഹോങ്കോങ് എന്നറിയപ്പെടുന്ന ദേശത്ത് 2 ലക്ഷത്തിൽ പരം ജനം അന്നത്തെ ഭൂകമ്പത്തിൽ മരിച്ചുപോയെന്നാണ് കണക്ക്. AD 1556 ജനുവരി 23 ചൈനയിലുള്ള ഷാങ്ഹായ് എന്ന് പറയുന്ന നഗരത്തിൽ നടന്ന ഭൂകമ്പത്തിൽ ഏകദേശം 1 ലക്ഷം പേർ മരിച്ചുപോയെന്നാണ്. AD 1920 ഡിസംബർ 16 ചൈനയിൽ ഉള്ള ഖൈവാൻ എന്ന് പറയുന്ന പ്രവിശ്യയിൽ നടന്ന ഭൂകമ്പത്തിൽ ഏകദേശം 2,73,000 പേർ മരിച്ചുപോയെന്നാണ് സ്ഥിതി വിവര കണക്ക്. AD 1923 സെപ്റ്റംബർ 1 ജപ്പാനിലുള്ള കൂൻ എന്ന് പറയുന്ന പ്രവിശ്യയിൽ സംഭവിച്ച ഭൂകമ്പത്തിൽ 1,05,385 പേർ മരിച്ചുപോയെന്ന് ഗവൺമെന്റ് കണക്ക്. AD 1948 ഒക്ടോബർ 6 അഷ്കാബാത്ത് തുർക്ക്മൻ എന്നറിയപ്പെടുന്ന രാജ്യത്ത് സംഭവിച്ച ഭൂകമ്പത്തിൽ 1,10,000 പേർ മരിച്ചുപോയെന്നാണ് കണക്ക്. AD 1976 ജൂലൈ 28 ചൈനയിൽ ടാൻഷാൻ എന്നറിയപ്പെടുന്ന പ്രവിശ്യയിൽ സംഭവിച്ച ഭൂകമ്പത്തിൽ ഏകദേശം 3 ലക്ഷം പേർ മരിച്ചുപോയെന്നാണ്. AD 2004 ഡിസംബർ 26 ഇന്തോനേഷ്യയിൽ സുമിത്ര ദ്വീപിൽ ഉണ്ടായ ഭൂകമ്പത്തിന് നിമിത്തം 2,27,898 പേർ മരിച്ചുപോയെന്നാണ് സ്ഥിതി വിവര കണക്ക്. എന്നാൽ 2010 ജനുവരി 12 ഹൈറ്റി എന്നറിയപ്പെടുന്ന ദേശത്ത് നടന്ന ഭൂകമ്പത്തിൽ ഏകദേശം 3,16,000 പേർ മരിച്ചുപോയെന്നാണ് ഗവൺമെന്റ് പരമായുള്ള സ്ഥിതി വിവര കണക്ക്. ശ്രദ്ധിക്കണം, യേശു ക്രിസ്തു 1-ാം നൂറ്റാണ്ടിൽ ഈ ലോകത്തിൽ കർത്താവിന്റെ വരവിന് മുൻപ് വലിയ ഭൂകമ്പങ്ങൾ സംഭവിക്കും എന്ന് പ്രവചിച്ചതിന് ശേഷം നടന്ന ഭൂമിയിൽ നടന്ന വലിയ ഭൂകമ്പങ്ങളാണ്. അതിന്റെ കണക്കാണ് ഈ AD 526 മുതൽ AD 2010 വരയ്ക്ക് നടന്ന ഭൂകമ്പങ്ങളിൽ 13 വലിയ ഭൂകമ്പങ്ങളെ കുറിച്ച് നിങ്ങളോട് പങ്കുവച്ചത്. എന്നാൽ ഈ നമ്മുടെ 2000-ന് ശേഷമാണ് ഭൂകമ്പങ്ങളുടെ കാലം എന്നാണ് ചരിത്രം വിശേഷിപ്പിക്കുന്നത്. അതിനെക്കുറിച്ച് 1-2 കാര്യങ്ങൾ ഓർപ്പിക്കാം. AD 2000 ജൂൺ 4 ഇന്തോനേഷ്യയിൽ ഒരു ഭൂകമ്പം ഉണ്ടായിരുന്നു. അന്ന്
103 പേർ മരണപ്പെട്ടു. 2001 ജൂൺ 26 ഇന്ത്യയിലുള്ള ഭൂജ് എന്നറിയപ്പെടുന്ന പ്രദേശത്ത് നടന്ന ഭൂകമ്പത്തിൽ 20,023 പേർ മരിച്ചുപോയി. 2002 മാർച്ച് 25 അഫ്ഗാനിസ്ഥാനത്തിൽ ബഗ്ലാൻ പ്രവിശ്യയിൽ സംഭവിച്ച ഭൂകമ്പത്തിൽ 1,200 പേർ മരിച്ചുപോയെന്നാണ്. 2003 ഡിസംബർ 24 ഇറാനിൽ ബാം എന്ന് പറയുന്ന പ്രവിശ്യയിൽ നടന്ന ഭൂകമ്പത്തിൽ 34,000 പേർ മരിച്ചുപോയെന്നാണ്. 2004 ഡിസംബർ 26 ഇന്തോനേഷ്യയിൽ സുമത്രയിൽ നടന്ന ഭൂകമ്പത്തിൽ 2,27,898 പേർ മരിച്ചുപോയി. 2005 ഒക്ടോബർ 8 പാകിസ്ഥാനിൽ ബാബ്കോട്ട് എന്ന് പറയുന്ന പ്രവിശ്യയിൽ സംഭവിച്ച ഭൂകമ്പത്തിൽ 87,351 പേർ മരിച്ചുപോയി. 2006 മെയ് 27 ഇന്തോനേഷ്യയിൽ യോഗ്യകർട്ട എന്നറിയപ്പെടുന്ന പ്രവിശ്യയിൽ സംഭവിച്ച ഭൂകമ്പത്തിൽ 5,749 പേർ മരിച്ചുപോയി. 2007 ആഗസ്റ്റ് 15 പെറുവിൽ ഐക്ക എന്ന് പറയുന്ന പ്രവിശ്യയിൽ നടന്ന ഭൂകമ്പത്തിൽ 595 പേർ മരിച്ചുപോയെന്നാണ്. 2008 മെയ് 12 ചൈനയിൽ സിച്ചുവാൻ എന്നറിയപ്പെടുന്ന പ്രവിശ്യയിൽ സംഭവിച്ച ഭൂകമ്പത്തിൽ 87,587 പേർ മരിച്ചുപോയി. 2009 സെപ്റ്റംബർ 30 ഇന്തോനേഷ്യയിൽ പതാങ് എന്നറിയപ്പെടുന്ന പ്രവിശ്യയിൽ സംഭവിച്ച ഭൂകമ്പത്തിൽ 1,115 പേർ മരിച്ചുപോയെന്നാണ്. 2010 ജനുവരി 12 ഹൈറ്റിയിൽ നടന്ന ഒരു ഭൂകമ്പത്തിൽ 3,14,000 പേർ മരിച്ചുപോയെന്നാണ്. 2011 മാർച്ച് 11 ജപ്പാനിൽ സെൻഡായി എന്നറിയപ്പെടുന്ന പ്രവിശ്യയിൽ സംഭവിച്ച ഭൂകമ്പത്തിൽ 19,759 പേർ മരിച്ചുവെന്ന് ചരിത്രം പറയുന്നു. 2012 ആഗസ്റ്റ് 11 ഇറാനിൽ അസർബൈജാൻ എന്ന് പറയുന്ന പ്രവിശ്യയിൽ സംഭവിച്ച ഭൂകമ്പത്തിൽ 306 പേർ മരിച്ചുപോയി. 2013 സെപ്റ്റംബർ 24 പാകിസ്ഥാനിൽ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലത്ത് സംഭവിച്ച ഭൂകമ്പത്തിൽ 825 പേർ മരിച്ചുപോയി. 2014 ആഗസ്റ്റ് 3 ചൈനയിൽ ഉന്നാൻ എന്ന് പറയുന്ന പ്രവിശ്യയിൽ സംഭവിച്ച ഭൂകമ്പത്തിൽ 617 പേർ മരിച്ചുപോയി. 2015 ഏപ്രിൽ 25 നേപ്പാളിൽ ഗോർഖ എന്നറിയപ്പെടുന്ന പ്രവിശ്യ നടന്ന ഭൂകമ്പത്തിൽ 8,962 പേർ മരിച്ചു. 2016 ഏപ്രിൽ 16 ഇക്വഡോർ എന്ന് പറയുന്ന പ്രദേശത്ത് സംഭവിച്ച ഭൂകമ്പത്തിൽ 676 പേർ മരിച്ചുപോയെന്ന് ചരിത്രം പറയുന്നു. 2017 നവംബർ 12 ഇറാൻ ഇറാഖ് അതിർത്തി പ്രദേശങ്ങളിൽ സംഭവിച്ചതായ ഭൂകമ്പത്തിൽ 630 പേർ മരിച്ചുപോയി. 2018 സെപ്റ്റംബർ 28 ഇന്തോനേഷ്യയിൽ പാലു എന്നറിയപ്പെടുന്ന പ്രവിശ്യയിൽ നടന്ന ഭൂകമ്പത്തിൽ 4,340 പേർ മരിച്ചുപോയി. 2019 നവംബർ 26 അൽബാനിയ എന്ന് പറയുന്ന പ്രദേശത്ത് നടന്ന ഭൂകമ്പത്തിൽ 51 പേർ മരിച്ചു. 2020 ഒക്ടോബർ 30 തുർക്കിയിൽ ഏജിയൻ സമുദ്രതീരത്തിൽ സംഭവിച്ച ഭൂകമ്പത്തിൽ 119 പേർ മരിച്ചുപോയെന്നാണ്. 2021 ആഗസ്റ്റ് 14 കൈറ്റി നിപ്പസ് എന്നറിയപ്പെടുന്ന പ്രദേശത്ത് 2,248 പേർ മരിച്ചുപോയി. 2022 ജനുവരി 21 അഫ്ഗാനിസ്ഥാനത്തിൽ നടന്ന ഭൂകമ്പത്തിൽ 1,163 പേർ മരിച്ചുപോയെന്നാണ്. 2023 ഫെബ്രുവരി 6 സിറിയയിൽ ഒരു ഭൂകമ്പം ഉണ്ടായി. അതിൽ 62,013 പേർ മരിച്ചുപോയി. 2024 ജനുവരി 1 ജപ്പാനിൽ നടന്ന ഒരു ഭൂകമ്പത്തിൽ 645 പേർ മരിച്ചുപോയി.
നമ്മുടെ 2025 മാർച്ച് 28 തായ്ലാന്റിലുള്ള മ്യാൻമാർ എന്ന് പറയുന്ന പ്രദേശത്ത് സംഭവിച്ച ഭൂകമ്പത്തിൽ 5456 പേർ മരിച്ചുപോയെന്ന് രേഖകൾ പറയുന്നു. ഇനി രേഖപ്പെടുത്താത്ത ഭൂകമ്പങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ അവിടെയായി ഇന്നും സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. തീർന്നുവോ എന്ന് ചോദിച്ചാൽ തീർന്നില്ല. ഈ ഭൂകമ്പങ്ങളുടെ കാരണം എന്താണ്? ഒന്ന്, ജനം ദൈവത്തെ അറിയുന്നില്ല. മനുഷ്യന്റെ രക്ഷയ്ക്കായി ഭൂമിയിൽ ദൈവമയച്ച ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചില്ല, അവർ തള്ളിക്കളഞ്ഞു. ദൈവത്തിന്റെ കോപം ഭൂകമ്പം എന്നുള്ള രീതിയിൽ ദൈവത്തിന്റെ ന്യായവിധി ഭൂകമ്പമായി ഈ ഭൂമിയിൽ ഇനിയും വെളിപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്, തുടർന്നും സംഭവിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഇതിൽ വലിയ ഭൂകമ്പങ്ങൾ ഇനി ഭൂമിയിൽ വരുവാൻ പോകുന്നു എന്ന് വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ കാണാൻ കഴിയും. വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ എതിർക്രിസ്തുവിന്റെ കാലഘട്ടത്ത് ലോകത്തിൽ ഇന്നുവരെയ്ക്കും സംഭവിച്ചിട്ടില്ലാത്ത വലിയ 2 ഭൂകമ്പങ്ങൾ സംഭവിക്കുമെന്ന് തിരുവചനം വ്യക്തമാകും. ഒന്നാമത്തത്, യെരുശലേമിൽ വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടാകുമെന്നാണ് വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം 13-ാം വാക്യം. ആ നാഴികയിൽ വലിയ ഒരു ഭൂകമ്പം ഉണ്ടായി, നഗരത്തിൽ 10-1 ഇടിഞ്ഞു വീണു. ഭൂകമ്പത്തിൽ 7000 പേർ മരിച്ചുപോയി. ശേഷിച്ചവർ പരവശരായി സ്വർഗത്തിലെ ദൈവത്തിന് മഹത്വം കൊടുത്ത്. ഇവിടെ വായിച്ച സംഭവം എന്ന് പറയുന്നത് എതിർക്രിസ്തുവിന്റെ ഭരണകാലത്തിന്റെ മധ്യഭാഗത്തിൽ കടന്നു വരുമ്പോൾ ആ കാലഘട്ടത്തിൽ സുവിശേഷം അറിയിപ്പാനായി ദൈവം ഈ ഭൂമിയിൽ 2 സാക്ഷികളെ അവൻ അയക്കുന്നു. ആ 2 സാക്ഷികൾ ആരെന്നുള്ള വിഷയം എനിക്കിവിടെ പ്രതിപാദിക്കാൻ സമയമില്ല. ആ 2 സാക്ഷികളും തങ്ങളുടെ ശുശ്രൂഷ നിവർത്തിച്ച്, പ്രവചന ശുശ്രൂഷ നിവർത്തിച്ച് തീരുമ്പോൾ മൃഗം എന്നറിയപ്പെടുന്ന എതിർക്രിസ്തു യെരുശലേമിൽ നഗരവീതിയിൽ വെച്ച് അവരെ കൊന്നുകളയും. അങ്ങനെ അവിടെ ശവശരീരം യെരുശലേമിന്റെ നഗരവീതിയിൽ 3 നാളുകൾ അവിടെ തന്നെ കിടക്കും. ആരും തൊടുകയില്ല, എടുത്തടക്കുകയില്ല. എന്നാൽ 3-ാമത്തെ ദിവസം ആകുമ്പോൾ പെട്ടെന്ന് ദൈവത്തിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ്, ജീവശ്വാസം അവരിൽ പ്രവേശിച്ച് അവർ ഉയർത്തെഴുന്നേറ്റ്, അവർ എഴുന്നേറ്റ് നിന്ന് സകല ദേശവും ജനവും കാണുക തന്നെ അവർ സ്വർഗത്തിലേക്ക് കരകയറിപ്പോകുന്നു. ഈ അവസരം യെരുശലേം വലിയ ഒരു ഭൂകമ്പം ഉണ്ടാകുന്നു. നഗരത്തിൽ 10-1 ഭാഗം തകർന്ന് ഇടിഞ്ഞു വീണു. അന്നത്തെ ഭൂകമ്പത്തിൽ 7000 പേർ മരിച്ചുപോകുമെന്നാണ് പ്രവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി രണ്ടാമത്തത്, റോം നഗരത്തിൽ എന്ന് പറഞ്ഞാൽ പ്രവചനാത്മാവിൽ അതിനെ വെളിപ്പാട് പുസ്തകം പറയുന്നത് ബാബിലോൺ എന്നാണ്. ഈ ബാബിലോൺ എന്നറിയപ്പെടുന്ന റോമിലും ഒരു വലിയ ഭൂകമ്പം, ലോകത്തിൽ ഇന്നുവരെയ്ക്കും സംഭവിക്കാത്ത ഒരു ഭൂകമ്പം സംഭവിക്കുമെന്ന് വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ കാണാം. 17-ാം വാക്യം തൊട്ടേ വായിക്കാം. ഏഴാമത്തവൻ തന്റെ കലശം ആകാശത്തിൽ ഒഴിച്ച്, അപ്പോൾ സംഭവിച്ചു തീർന്നു എന്ന് ഒരു മഹാശബ്ദം ദേവാലയത്തിലെ സിംഹാസനത്തിൽ നിന്ന് വന്നു. മിന്നലും നാദവും ഇടിമുഴക്കവും വലിയ ഭൂകമ്പവും ഉണ്ടായി. ഭൂമിയിൽ മനുഷ്യർ ഉണ്ടായത് മുതൽ അതുപോലെ അത്ര വലുതായ ഒരു ഭൂകമ്പം ഉണ്ടായിട്ടില്ല. മഹാനഗരം 3 അംശമായി പിരിഞ്ഞ് ജാതിയുടെ പട്ടണങ്ങളും വീണുപോയി. ദൈവകോപത്തിന്റെ ക്രോധമത്യമുള്ള പാത്രം മഹാബാബിലോന് കൊടുക്കേണ്ടതിന് അവളെ ദൈവസന്നിധിയിൽ ഓർത്ത്. അപ്പൊ ഇവിടെ മഹാബാബിലോൻ എന്നറിയപ്പെടുന്ന പ്രവചനാത്മാവിൽ പറഞ്ഞിരിക്കുന്ന റോമിൽ അന്ന് ദൈവത്തിന്റെ ക്രോധകലശം ഈ ഭൂമിയിൽ ഒഴിക്കുന്ന സമയത്ത് 7-ാമത്തെ
ക്രോധകലശം ഭൂമിയിൽ ഒഴിക്കുമ്പോൾ വലിയ ഭൂകമ്പം ഉണ്ടാകുന്നത് മാത്രമല്ല, ആ വലിയ നഗരം 3 ഭാഗമായി പിരിഞ്ഞ് ഇടിഞ്ഞ് തകർന്നു വീഴും. ലോകത്തിൽ സംഭവിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ഭൂകമ്പം അന്ന് ഉണ്ടാകുമെന്ന് തിരുവചനം കാണും. എന്നാൽ ഒരു കാര്യം മറക്കരുത്, യേശുക്രിസ്തുവിന് വേണ്ടി ധീരസാക്ഷ്യം വഹിച്ച് കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ഒരു കൂട്ടം ദൈവഭക്തന്മാർ, വിശ്വാസികൾ അന്നും ഈ ലോകത്തിലും ഉണ്ടാകും. പക്ഷെ അവർക്ക് ഒരുത്തർക്ക് പോലും ഒരു പോറൽ പോലും പറ്റാതെ ദൈവം അവരെ കാത്തു സൂക്ഷിക്കുമെന്ന് തിരുവചന വെളിച്ചത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. അപ്പോൾ ഇനി എതിർ ക്രിസ്തുവിന്റെ കാലഘട്ടത്ത് വലിയ ഭൂകമ്പങ്ങൾ സംഭവിക്കുവാൻ പോകുന്നു എന്ന് വെളിപ്പാട് പുസ്തകം മുന്നറിയിച്ചത് ഇനി സംഭവിക്കുവാൻ പോകുന്നത്. ഇതിന്റെ എല്ലാം കാരണം എന്താണ്? ഇതെല്ലാം കാരണം പ്രകാരം യാഥാർത്ഥ്യമെങ്കിലും തിരുവചനം പറയുന്നത് മനുഷ്യൻ ദൈവത്തെ വിട്ടകന്ന് സത്യ ദൈവമായ യഹോവയെ അറിയാതെ അവൻ ഈ ഭൂമിയിൽ മനുഷ്യന്റെ രക്ഷകനായി ഭൂമിയിലെ അയച്ച യേശുക്രിസ്തുവിനെ വിശ്വസിക്കാതെ സ്വന്തം രക്ഷിതാവൻ സ്വീകരിക്കാതെ പോകുന്ന നിമിത്തം ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെതായ കോപം, ദൈവത്തിന്റെ ന്യായവിധി വെളിപ്പെട്ട് ഭൂകമ്പങ്ങൾ ഉണ്ടാകും എന്ന് തിരുവചനം കാണും. എന്നാൽ യേശുക്രിസ്തുവിന്റെ വരവിന് മുൻപ് ഇനിയും ഭൂകമ്പങ്ങൾ ധാരാളം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. യേശു പറഞ്ഞ പ്രവചനം ഒരിക്കലും കള്ളമാകുകയില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, യേശുക്രിസ്തു പറഞ്ഞ വാക്കുകളിൽ, പ്രവചനങ്ങളിൽ ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഇന്നു വരയ്ക്കും മാഞ്ഞു പോയിട്ടില്ല, ഒഴിഞ്ഞു പോയിട്ടില്ല. അങ്ങനെ നിവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുവരയ്ക്കും എന്റെ ശബ്ദം കേൾക്കുന്നവരിൽ ആരെങ്കിലും ഇതുവരെ രക്ഷിക്കപ്പെടാതെ, ദൈവജനം അനുസരിക്കാതെ, യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാതെ, ദൈവത്തെ സേവിക്കാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് പറഞ്ഞ പ്രവചനം നിവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഭൂകമ്പങ്ങൾ നിമിത്തം കോടാനുകോടി പേർ ഈ ഭൂമിയിൽ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നീയും അതിൽ അടിഞ്ഞു പോകാതെ, നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകാതെ, നിത്യജീവനിൽ നഷ്ടപ്പെട്ടു പോകാതെ, നിത്യനരകത്തിലേക്ക് പോകുവാൻ നീ ഒരുങ്ങാതെ ഇരുപ്പാൻ യേശുക്രിസ്തുവെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുക. യേശുക്രിസ്തുവെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നവന് നിത്യജീവൻ ഉണ്ടെന്ന് യേശു പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയ വിശ്വാസിയെ, യേശുക്രിസ്തുവിന്റെ വരവിന് മുൻപ് വലിയ ഭൂകമ്പങ്ങൾ സംഭവിക്കും എന്നുള്ളതിന് ചരിത്ര തെളിവോടുകൂടി ആധാരത്തോടുകൂടെ പങ്കുവയ്പ്പാനിടയായി നമ്മുടെ വിശ്വാസം വർദ്ധിക്കട്ടെ. കർത്താവിന് വേണ്ടി ഈ നാളുകളിൽ വിശ്വാസം കാത്ത് അനേകരേക്ക് വേണ്ടി പ്രാർത്ഥിച്ച് രക്ഷയിലേക്ക് അവരെ വഴിനടത്തി സത്യ സുവിശേഷത്താൽ അവരെ ഒരുക്കി കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്കും ഒരുങ്ങാം. പ്രിയ ദൈവദാസന്മാരെ, നമുക്ക് കൊടുക്കപ്പെട്ടതായ സുവിശേഷത്തിന്റെ ദൗത്യം നമുക്ക് നിറപടിയാൻ നിവർത്തിച്ചുകൊണ്ട് കർത്താവിന്റെ വരവ് ആഗതമായി കൊണ്ടിരിക്കുന്നത് കൊണ്ട് സുവിശേഷത്താൽ ഭൂമി നിറച്ച് സുവിശേഷത്താൽ അനേകരെ നേടി പിന്മാറ്റത്തിലിരിക്കുന്ന അനേകരെയും ക്രിസ്തുവിലേക്ക് നയിച്ച് കർത്താവിന്റെ വരവ് വേണ്ടി നമുക്കും ഒരുങ്ങാം. യേശുക്രിസ്തുവിന്റെ വരവ് ഏറ്റവും ആഗതമായി കൊണ്ടിരിക്കുന്നു. ആ വരവിന് വേണ്ടി കർത്താവ് നാളെ നാം എല്ലാവരെയും ഒരുക്കട്ടെ. നാമും ദൈവത്തിന്റെ കോപത്തിൽ അകപ്പെടാതിരിപ്പാൻ, ദൈവത്തിന്റെ രക്ഷ നമ്മുടെ പ്രാപിപ്പാൻ ദൈവം നമുക്ക് എല്ലാവരും കൃപ നൽകട്ടെ. അടുത്ത വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും കർത്താവ് താം എല്ലാവരെയും കാത്തു പരിപാലിക്കട്ടെ. മാരനാഥ. May God bless you.